രാഹുൽ പാലക്കാട് മത്സരിക്കണം, രാഹുൽ തന്നെ പാലക്കാട് മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണും. പാലക്കാട് പിഷാരടിയെ ഫിക്സ് ചെയ്തു. പിഷാരടിയാണ് പാലക്കാട് മത്സരിക്കുന്നത്. ഈ കഴിഞ്ഞൊരു ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള വി.ഡി. സതീശൻ, ഇനിയിപ്പോൾ ഇവരും പച്ചയ്ക്കാണല്ലോ ഇതൊക്കെ പറയുന്നത്. ഇപ്പോൾ നമുക്കും പച്ചയ്ക്ക് ഓപ്പണായിട്ട് പച്ചയ്ക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്കും ഒരു കുഴപ്പമില്ല, ഓപ്പണായിട്ട് തന്നെ പറയുവാണ്. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഈ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് കടന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകന്, നല്ലൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവിയാണ് ഇവിടെ തകർത്ത് കളയുന്നത്. ഇനിയിപ്പോൾ നോക്കിക്കോണേ, നിങ്ങൾ നോക്കിക്കോ, അടുത്ത ഭരണവും ഈ UDFിൻ്റെ ഈ നെറികെട്ട വൃത്തികെട്ട ഈ കൊള്ളരുതായ്മ കാരണം, ഈ കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള കടിപിടി കാരണം അടുത്ത ഭരണവും LDFന് തന്നെ കിട്ടും. അതിനകത്ത് യാതൊരു സംശയമില്ല. നിങ്ങൾ നോക്കിക്കോ, ഇപ്പോൾ LDFന് അടുത്ത ഭരണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ തകർന്നെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഇപ്പോഴും രാഹുലിന് അവസരം ഇനിയുണ്ട്, ഇലക്ഷന് സമയമുണ്ട്. സ്വതന്ത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ, പാലക്കാടിൽ നിന്ന് കഴിഞ്ഞാൽ ഈ പിഷാരടിക്കെതിരെ നിൽക്കണം. കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ഈ തകർക്കാൻ ശ്രമിച്ച ആൾക്കാരുടെ ഇടയ്ക്ക് നിന്ന് തന്നെ മത്സരിച്ച് കയറി വരണം. അങ്ങനെ രാഹുൽ നിൽക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും രാഹുലിന് ഭൂരിപക്ഷത്തോടുകൂടി പാലക്കാട്ടിലെ ജനങ്ങൾ വോട്ട് തരും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പാലക്കാട് പിഷാരടിയെ നിർത്തുക എന്നുള്ളൊരു കൺഫേം ആയിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ വി.ഡി. സതീശൻ അതുപോലെ എന്തിനു പറയുന്നത് പിഷാരടി, ഇവരെയൊക്കെ വായി നിന്ന് വീണേക്കുന്നത് എന്താണ്? പിഷാരടി തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയത്തില്ല, ഞാൻ പാലക്കാട് നിൽക്കത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇപ്പം അത് കൺഫേം ആയിട്ടുള്ളൊരു വാർത്ത പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിഷാരടിയാണ് പാലക്കാട്ടിലെ കോൺഗ്രസ് UDFിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പല വാർത്താ മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിഷാരടിക്കാണ് 99% കോൺഗ്രസ് സീറ്റ് അവിടെ കൊടുക്കും എന്ന് അറിയാൻ സാധിച്ചെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം രാഹുലിൻ്റെ തിരിച്ചുവരവും, രാഹുൽ പാലക്കാട് മത്സരിക്കണം, രാഹുൽ തന്നെ പാലക്കാട് മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര ആളുകളുണ്ടെന്നറിയാം. രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ രാഹുലിന് വേണ്ടിയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലും കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്ന തീട്ടം തിന്നികളെ നമുക്ക് വലിച്ചീറി മുമ്പിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ വി.ഡി. സതീശൻ്റെയും ഈ രമേശ് ചെന്നിത്തലയുടെയും കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ നാറിയ കളി കാരണം ഇവിടെ ഒരു ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ ഭാവിയാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതിനകത്ത് യാതൊരു സംശയമില്ല. ഇത് ഉള്ള കാര്യമാണ്. ഉള്ളത് പറയുമ്പോൾ കുറേ എണ്ണത്തിന് കുരു പൊട്ടും, കുറേ എണ്ണം കുരു പൊട്ടിയിട്ട് പറയും കോൺഗ്രസ്സിന് വോട്ട് കുറപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നതെന്ന്. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ തന്നെയാണ്, ഈ പ്രസ്ഥാനത്തിൽ ഉള്ള ആളുകൾ തന്നെയാണ് ആ പ്രസ്ഥാനത്തിലുള്ള വളർന്നു വരാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളെ ചവിട്ടി വെട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നിങ്ങളതൊന്നും കാണുന്നില്ലേ? നിങ്ങൾ അതിനൊക്കെ എതിരെ എന്താണ് ശബ്ദം ഉയർത്തി സംസാരിക്കാത്തത്? ഈ കസേര മോഹികളായിട്ടുള്ള കിഴവന്മാരെ സപ്പോർട്ട് ചെയ്ത് അവർക്കെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? രാഹുലിനെ പോലെയുള്ള ആളുകൾ കണ്ടില്ലേ, പാലക്കാട് 1.5 കൊല്ലമായതേ ഉള്ളൂ. ഇനി വി.ഡി. സതീശൻ്റെ കാര്യം നോക്ക്. പറവൂരിലെ ജനങ്ങളടുത്ത് ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം വി.ഡി. സതീശൻ പറവൂര് എന്ത് ചെയ്തിട്ടുണ്ടെന്ന്. 10-25 കൊല്ലമായിട്ട് പറവൂരിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊന്ന് പറ. കഴിഞ്ഞ 2-3 കൊല്ലം, 10-25 കൊല്ലം പോട്ടടേ, കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് ഈ പറവൂർ എന്തൊക്കെ മാറ്റമുണ്ട്? നല്ലൊരു റോഡ് പോലും അവിടെ ഒരു വികസനം, ഉള്ള റോഡിന് പോലും വികസനം ഉണ്ടായിട്ടില്ല. ഉള്ള റോഡ് പോലും ഇടിഞ്ഞ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വികസനവും ഉണ്ടായിട്ടില്ല. പക്ഷേ 1.5 കൊല്ലം കൊണ്ട് രാഹുൽ മാങ്കൂട്ടം പാലക്കാടിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത വികസനങ്ങളും സഹായങ്ങളും നിങ്ങളൊന്ന് കണ്ടു നോക്കി. അപ്പം ആ ഒരു വ്യക്തിയെ, ആ ഒരു ചെറുപ്പക്കാരനെ, ആ ഒരു രാഷ്ട്രീയത്തിൽ വളർന്നു വരാൻ എല്ലാ കഴിവും ഉള്ളൊരു വ്യക്തിയെ വെട്ടി വീഴ്ത്തി ചവിട്ടി പുറത്താക്കിയിട്ട് അവിടെ ഈ പിഷാരടി എന്ന് പറയുന്ന ഒരു ഞാൻ പിന്നെ ഒന്നും പറയുന്നത് കൂടുതലൊന്നും പറയുന്നത്, പുള്ളി ലൈഫിൽ നല്ലൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ എനിക്ക് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഈ രാഷ്ട്രീയപരമായിട്ട് പിഷാരടിയെ നിർത്തി കഴിഞ്ഞാൽ അത് വൻ തോൽവിയായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് പകരം ഒരു പിഷാരടിയെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അത് ഏറ്റവും നിലയിൽ പൊട്ടും. അതിനകത്ത് യാതൊരു സംശയമില്ല. പിഷാരടി എന്തിനാണ് നിങ്ങളിങ്ങനെ നാണം കെടാൻ വേണ്ടിയിട്ട് പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ട് കയറി നിൽക്കുന്നത്? കോൺഗ്രസിനോ ഉളുപ്പും നാണവുമാനവും ഇല്ല. പിന്നെ നിങ്ങളെന്തിനാണ് കോൺഗ്രസിൻ്റെ വിഴുപ്പലക്കാൻ നടക്കുന്നത് പോലെ പാലക്കാട് കയറി നിന്ന് നാണം കെടാൻ നിൽക്കുന്നത്? നിങ്ങളെ ഇപ്പോൾ ഉള്ള ഇമേജും നിങ്ങളെ ഇപ്പോൾ ഉള്ള ഫ്യൂച്ചറും കൂടെ നശിച്ചു പോകും. ഇനി നിങ്ങൾക്ക് സിനിമയിൽ പോലും, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേജ് പ്രോഗ്രാമിൽ പോലും നിങ്ങൾക്ക് അവസരം കിട്ടാതാവും ഈ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് കാരണം. അല്ലെങ്കിൽ നിങ്ങൾ പാലക്കാട് ഒഴിച്ച് വേറെ എവിടെയെങ്കിലും മേടിക്കുക. പാലക്കാട് രാഹുൽ അല്ലാതെ വേറെ ആരെ കൊണ്ട് നിർത്തിയാലും
ജയിക്കാൻ പോകുന്നില്ല. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്നത് ആർക്കാണെന്നറിയോ? ശോഭാ സുരേന്ദ്രനാണ്. നിങ്ങൾ നോക്കിക്കോ, ശോഭാ സുരേന്ദ്രനെ അവിടെ ജയിക്കും. പിഷാരടിയെ കൊണ്ട് കോൺഗ്രസ് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രന് ആൾക്കാർ വോട്ട് കൊടുക്കൂ, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇനി ഞാൻ ആദ്യം ആ ഒരു വാർത്ത, ചിലപ്പോൾ ഇത് കേട്ടിട്ട് ചില ആളുകൾ വിചാരിക്കും ഞാൻ ചിലപ്പം ഞാൻ അന്ന് തൊട്ടേ പറയുന്നുണ്ട്, രാഹുലിന് പാലക്കാട് സീറ്റ് കൊടുക്കത്തില്ല, ഇവർ കൊടുക്കത്തില്ല. രാഹുലിനെ തിരിച്ചെടുക്കാനാണെങ്കിൽ ഗണേഷ് കുമാറിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്ത് രാഹുലിനെ തിരിച്ചെടുക്കുമായിരുന്നു. എന്തുകൊണ്ട് രാഹുലിനെ തിരിച്ചെടുക്കുന്നത്? ഗണേഷ് കുമാർ ഇപ്പോഴും ഈ ഒരു പാർട്ടിയിൽ തുടരണം, LDF തുടരണമെങ്കിൽ, LDF നിന്ന് മത്സരിക്കണമെങ്കിൽ രാഹുലിന് എന്തേ മത്സരിച്ചാലേ? അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന ഇരട്ടത്താപ്പ്, കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ തന്നെയാണ് രാഹുലിനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് യാതൊരു ഡൗട്ടുമില്ല, യാതൊരു സംശയവുമില്ല അല്ലേ? അപ്പം ഇനി ഞാൻ ഇവിടെ ഒരു വാർത്ത വെച്ച് തരാം. കാരണം അന്ന് തൊട്ടേ ഞാൻ പറയുന്നുണ്ട് രാഹുലിന് സീറ്റ് കൊടുക്കത്തില്ല, ഇവർ കബളിപ്പിക്കുവാണ്. ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാഹുലിന് പിഷാരടിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് രാഹുലിനോട് കൺവിൻസ് ചെയ്ത് രാഹുലിനെ പാലക്കാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിലൊക്കെ ഇറക്കി വോട്ട് പിടിപ്പിക്കാനുള്ള പല പരിപാടിയും നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പാലക്കാട് പിഷാരടിയെ നിർത്തിയതിന് ശേഷം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയൊരു ഇടിവ് സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞത്? ഞാൻ കയറി നിൽക്കാം പാലക്കാട്, എന്നെ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെയും രമേശ് ചെന്നിത്തലയുടെ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം അറിയുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം പിഷാരടിയെ കൺഫേം ചെയ്തിട്ടുണ്ട്. രമേശ് ചെന്നിത്തല അവിടെ നിൽക്കത്തില്ല. കാരണം രമേശ് ചെന്നിത്തല നിന്ന് കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ ഒരു ഫ്യൂച്ചർ രമേശ് ചെന്നിത്തല നോക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല നോക്കുന്നതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി കസേരയാണ് നോക്കുന്നത്. VD സതീശിനെ വെട്ടിവീഴ്ത്തിയിട്ടും മുഖ്യമന്ത്രി കസേരയിലോട്ട് പോകാനാണ് ഈ രമേശ് ചെന്നിത്തല നോക്കുന്നത്. VD സതീശൻ എന്താണ് നോക്കുന്നത്? രമേശ് ചെന്നിത്തലയെ വെട്ടിവീഴ്ത്തിയിട്ട് മുഖ്യമന്ത്രി കസേരയെ കയറി ഇരുന്ന് ഞെളിയാനാണ് ഈ VD സതീശൻ നോക്കുന്നത്. അതേപോലെ ഇവരെല്ലാം കൂടെ നോക്കുന്നത് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഈ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി കസേരയിൽ കയറി ഇരുന്ന് ഞെളിയാന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാഹുലിനെ പുറത്താക്കിയത്. ഇനി ഞാൻ ആ വാർത്ത ഒന്ന് വെച്ച് തരാം. ചിലപ്പോൾ ഈ വാർത്ത കണ്ടിട്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. കാരണം പാലക്കാട് രാഹുലിന് സീറ്റ് കൊടുക്കത്തില്ല. പക്ഷേ പാലക്കാടിന് രാഹുലിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അത് UDFന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയായിരിക്കും പാലക്കാട്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. നിങ്ങൾ ആ വാർത്ത ഒന്ന് കണ്ടുപോകെ. ഉടൻ 50ഓളം സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. AICC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ കോർ കമ്മിറ്റി യോഗം പുരോഗമിക്കുകയാണ്. അതിന് പിന്നാലെ സ്ക്രീനിംഗ് കമ്മിറ്റിയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും ചേരും. 31 സ്ഥാനാർത്ഥികളുടെ പട്ടികയ്ക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട്. 15-ലധികം മണ്ഡലങ്ങളിൽ ഒറ്റ പേരിലേക്ക് എത്തിയിട്ടുണ്ട്. രമേശ് പിഷാരടിയെ പാലക്കാട് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ആദ്യ പട്ടികയിൽ പ്രഖ്യാപിക്കുമോ എന്നതാണ് ആകാംക്ഷ. ചടയമംഗലം ലീഗിനും പുനലൂർ കോൺഗ്രസിനും വെച്ചുമാറാനാണ് ധാരണ. പുനലൂർ കോൺഗ്രസിന്റെ സൈമൺ അലക്സും ഏരൂർ സുഭാഷുമാണ് പരിഗണനയിൽ. അതേസമയം പ്രാതിനിധ്യക്കുറവ് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് പരാതി നൽകി. പരിഗണിക്കുന്ന യൂത്ത് കോൺഗ്രസുകാർ 5-ൽ താഴെ മാത്രമെന്നും കഴിഞ്ഞ തവണ 12 പേർ മത്സരിച്ചെന്നും യൂത്ത് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. അതേസമയം സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ഇടഞ്ഞു നിൽക്കുന്ന K സുധാകരൻ നാളെയാണ് ഡൽഹിയിലെത്തുക. വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് മിജി ജോസ് നൽകും. മിജി, ഇപ്പോൾ കോർ കമ്മിറ്റിയാണോ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? എപ്പോഴേക്കും ഒരു പട്ടിക, നമുക്ക് ആദ്യഘട്ട പട്ടിക പ്രതീക്ഷിക്കാൻ കഴിയും? ഒപ്പം അപ്രതീക്ഷിതമായി എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? കണ്ടല്ലോ, രാഹുലിനോട് ഇവർക്ക് വ്യക്തിപരമായിട്ട് ഈ പ്രസ്ഥാനത്തിലുള്ള രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും മറ്റ് പല ആളുകൾക്കും രാഹുലിനെ പേടിയാണ്, രാഹുലിനോട് ദേഷ്യമാണ്. കാരണം രാഹുൽ തന്നെക്കാളും മുകളിലോട്ട് കയറി പോകുമെന്ന് ഭയന്നിട്ട്. കാരണം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി, നിങ്ങൾ ഒന്ന് ചിന്തിച്ച്, 1.5 കൊല്ലം കൊണ്ട് പാലക്കാടിലെ ജനങ്ങൾ എന്തുമാത്രം രാഹുലിനെ നെഞ്ചോട് ചേർത്തെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. രാഹുലിനെ സപ്പോർട്ട് ചെയ്ത K സുധാകരനെ വരെ കണ്ണൂർ മത്സരിപ്പിക്കാതെ മാറ്റി നിർത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ K സുധാകരനൊന്നും അതിനകത്ത് വീഴാൻ പോകുന്നില്ല. നിങ്ങൾ നോക്കിയോ, K സുധാകരൻ കണ്ണൂർ മത്സരിച്ചിരിക്കും. അതിനകത്ത് യാതൊരു ഡൗട്ടില്ല. K സുധാകരന് കണ്ണൂരത്തെ സിംഹത്തിനോടൊക്കെ ഇതുപോലുള്ള വെല്ലുവിളിയായിട്ട് പോയി കഴിഞ്ഞാൽ പുള്ളിയൊക്കെ ഉണ്ടല്ലോ, രംഗത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പുള്ളിയുടെ കൂടെ അണികൾ നിൽക്കൂ. കോൺഗ്രസ് ഈ പ്രസ്ഥാനത്തിലുള്ള കണ്ണൂരത്തെ പ്രവർത്തകർ ഈ പറഞ്ഞിട്ടുള്ള K സുധാകരൻ്റെ കൂടെ നിൽക്കൂ. ഏത് സമയം ഈ K സുധാകരൻ്റെ വീട്ടിൽ ചെന്നാലും ഒരു 100-200 പ്രവർത്തകർ അവിടെ കാണുമെന്നാണ് ഈ K സുധാകരനെ അത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് അറിയുന്ന ആളുകൾ പറയുന്നത്. പുള്ളിയുടെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുറന്ന പുസ്തകം പോലെ കിടക്കുന്നതെന്നാണ് പറയുന്നത്. എപ്പോൾ നോക്കിയാലും ഈ അടുക്കളയിൽ വരെ കോൺഗ്രസ് പ്രവർത്തകർ അവർക്ക് കയറി ഇറങ്ങി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം K സുധാകരൻ്റെ വീട്ടിലുണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിലെ ഏത് കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിലാണ് അങ്ങനെ ഒരു അവസരം അണികൾക്ക് കിട്ടുന്നത്? അപ്പം രാഹുലിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ പലരെയും ഒതുക്കാൻ നോക്കിയതാണ്. പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കിക്കോ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയും അതുപോലെ KSനെയും ഈ പറഞ്ഞിട്ടുള്ള സീനാദേവിയൊക്കെ ചവിട്ടി താത്തിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരുന്ന് ഞെളിയാമെന്നാണ് വിചാരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് കേരളത്തിലെ ജനങ്ങൾ അതിനുള്ള മറുപടി കൊടുത്തിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇനി രാഹുലിൻ്റെ ഒരു കന്നി പ്രകടനം, ഞാൻ നിയമസഭയിലെ കന്നി പ്രസംഗം ഞാൻ ഇവിടെ വെച്ചുതരാം.
നിങ്ങളൊന്ന് കേട്ട് നോക്കണം. കാരണം ഇത് കേട്ടിട്ട് ആ രാഹുലിനെ പേടിച്ച ആളുകൾ അന്നേ തീരുമാനിച്ചാണ് അടുത്ത നിയമസഭയിൽ രാഹുലിനെ വരുത്തരുത്, വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കിട്ടുള്ളൊരു അടിയായിരിക്കുമെന്ന് ഭയന്നിട്ടാണ് രാഹുലിനെ തന്ത്രപൂർവ്വം കുരുക്കിയത്. അതിലൂടെ തന്നെ മനസ്സിലാക്കാം. രാഹുലിൻ്റെ ഇടിവെട്ട് പ്രസംഗമായിരുന്നു, കന്നിപ്രസംഗം. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. കാരണം അതിലൂടെ തന്നെ രാഹുൽ ഒരു വ്യക്തിയുടെ പവർ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പവർ ആ ഒരു പ്രസംഗത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം അതിലൂടെ തന്നെ മനസ്സിലാക്കാം ഈ ഒരു വ്യക്തിയെ എത്രത്തോളം ആളുകൾ പേടിക്കുന്നുണ്ടെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. പുള്ളിയുടെ ആ ഒരു പ്രസംഗത്തിൻ്റെ പവർ ഞാൻ അവിടെ വെച്ചുതരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഞാൻ ഈ നന്ദി പ്രമേയത്തെ എതിർക്കുകയാണ് സാർ. മഹാരഥന്മാരുടെ സ്മരണകൾ ഇരുമ്പുന്ന ജനാധിപത്യത്തിൻ്റെ പരമോന്നതമായ ഈ ശ്രീകോവിലിൽ എനിക്ക് സംസാരിക്കുവാൻ ഒരു അവസരമുണ്ടാക്കി തന്ന പാലക്കാടൻ ജനതയോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. ഉയർന്ന അഭിമാനബോധത്തോടു കൂടിയിട്ടാണ് സാർ ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ തോൽപ്പിച്ചത് വർഗീയതയാണ്. അത് BJPയുടെയും സംഘപരിവാറിൻ്റെയും വർഗീയത മാത്രമല്ല, അവരോട് കിടപിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗീയതയും കൂടെ പരാജയപ്പെടുത്തിയിട്ടാണ് പാലക്കാടൻ ജനത എന്നെ നിയമസഭയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. BJP രണ്ടാമത് നിൽക്കുന്ന RSSന്റെ വേരോട്ടമുള്ള പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ നിങ്ങൾ UDFനെ തോൽപ്പിക്കുവാൻ എന്തെല്ലാം വൃത്തികേടുകളാണ് സാർ ചെയ്തത്? എന്തായി സാർ നിങ്ങളുടെ നീലപ്പെട്ടിയിലെ കള്ളപ്പണത്തിന്റെ അന്വേഷണം? 1 ഡസൻ മന്ത്രിമാരല്ലേ ഞാൻ അവിടെ കള്ളപ്പണം കടത്തുകയാണ് നീലപ്പെട്ടിയിലെന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചത്? ആ ആരോപണം ഉന്നയിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ട് ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത ഗതികേടിലല്ലേ സാർ നിങ്ങളുള്ളത്? ആ പാതിരാ നാടകം കേരളം കണ്ടതാണ്. ആ പാതിരാ നാടകം കണ്ട കേരളത്തിന് പാലക്കാട് സമ്മാനിച്ച വിജയമാണ് എൻ്റെ നിയമസഭാ സാമാജികത്വം എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ രാത്രി നമുക്ക് മറക്കുവാൻ കഴിയുമോ സാർ? MB രാജേഷ് ഏതാ, DV രാജേഷ് ഏതാ എന്ന് കേരളത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സിനിമയിൽ ശ്രീനിവാസനും തിലകനും യാത്ര ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നമ്മുടെ രണ്ടിന്റെ ശബ്ദം ഒരുപോലെയാണെന്ന്. എന്നാൽ പാലക്കാട്ട് VV രാജേഷിന്റെ MB രാജേഷിന്റെ ശബ്ദം ഒരുപോലെയല്ലായിരുന്നു സാർ, ഒന്ന് തന്നെയായിരുന്നു സാർ. ആ രാത്രിയിൽ ആ നിങ്ങളുടെ സഖ്യത്തെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇവിടെ വന്നു നിൽക്കുന്നത്. പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പച്ചവർഗീയത നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഫസലിനെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ രക്തം പുരണ്ട വസ്ത്രം അമ്പലത്തിൽ കൊണ്ടുപോയിട്ടിട്ടും TP ചന്ദ്രശേഖരൻ എന്ന നിങ്ങളുടെ കൊടി പിടിച്ച പഴയ സഹപ്രവർത്തകരെ കൊന്നിട്ട് മാഷാള്ള പതിച്ച സ്റ്റിക്കറാണ് എന്ന് പറഞ്ഞിട്ടും അവസാനിപ്പിക്കാതെ വടകരയിൽ നിങ്ങൾ എന്ത് വൃത്തികേടാണ് സാർ കാണിച്ചത്? കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ഷാഫി പറമ്പിലിനെ പോലെ ചെറുപ്പക്കാരൻ, അയാളുടെ മതേതര മുഖത്തിന് നിങ്ങൾ കൊടുത്ത വ്യക്തമായിരുന്നില്ലേ കാഫിർ സ്ക്രീൻഷോട്ട്? എന്നിട്ട് അതിന്റെ അന്വേഷണം എന്തായി സാർ? ആ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പരാതി കൊടുത്ത ആളുകൾ തന്നെയാണ് ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലേ സാർ? ആ കാഫിർ സ്ക്രീൻഷോട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങളെ എക്സ്പോസ് ചെയ്തപ്പോഴെങ്കിലും നിങ്ങൾ ആ പച്ചവർഗീയത പറയുന്ന വൃത്തികെട്ട പണി നിർത്തുമെന്ന് വിചാരിച്ചു. നിർത്തിയില്ല സാർ. ആ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പ്രിന്റഡ് വേർഷൻ അല്ലേ പാലക്കാട്ട് നിങ്ങൾ സിറാജ് പത്രത്തിലും സുപ്രഭാത പത്രത്തിലും കാണിച്ചത്? എന്താണ് സാർ നിങ്ങൾ ചെയ്തത്? സന്ദീപ് വാര്യർ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊരു പത്രത്തിൽ പരസ്യമായി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഈ വർഗീയ നാവിനെ അവസാനിപ്പിക്കേണ്ടേ എന്ന്. എന്തുകൊണ്ടാണ് സാർ നിങ്ങൾ അങ്ങനെ പരസ്യം കൊടുക്കുമ്പോൾ നിങ്ങൾ സുപ്രഭാതത്തിലും സിറാജിലും മാത്രം കൊടുത്തത്? അതേ ദിവസം തന്നെ നിങ്ങൾ പരസ്യം കൊടുത്ത മാതൃഭൂമിയിലും ദ ഹിന്ദുവിലും എന്തുകൊണ്ടാണ് സാർ ആ പരസ്യം കൊടുക്കാഞ്ഞത്? ഇനി സന്ദീപ് വാര്യർ BJP വിടുമ്പോ മാരാർജി ഭവനിലെ കരച്ചിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ കൂട്ടക്കരച്ചിൽ കേട്ടത് എവിടെയാണ് സാർ? അത് AKG ആ കരച്ചിലിന് വേണ്ടിയിട്ടാണ് സാർ. അപ്പൊ BJPയിൽ നിന്ന് ഒരാൾ പോലും കൊഴിയാൻ പാടില്ല എന്ന ഏറ്റവും അധികം താല്പര്യം CPM-നല്ലേ സാർ? CPM-ന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നല്ലോ നമ്മുടെ ശ്രീ വിജയരാഘവൻ. അദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞല്ല, നിങ്ങളുടെ പാർട്ടിയുടെ കീഴ്വഴക്കം അങ്ങനെയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഏക പോളിറ്റ് ബ്യൂറോ മെമ്പർ അദ്ദേഹമായിരുന്നു. CPM അധികാരത്തിൽ വന്നാൽ വിജയരാഘവനാകുമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ദൗർഭാഗ്യവശാൽ വിജയരാഘവൻ പാലക്കാട്ട് VK ശ്രീകണ്ഠനോട് പരാജയപ്പെട്ടു. മാത്രമല്ല CPM-നാകെ 3 സീറ്റേ കിട്ടിയുള്ളൂ. അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് മലയാളിക്ക് ഒരു പ്രധാനമന്ത്രി നഷ്ടമായത്. കപ്പിനും ലിപ്പിനും ഇടയിൽ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമായ ആ വിജയരാഘവൻ ഇന്ന് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും തെറിവിളിച്ച് നടക്കല്ലേ സാർ? നിങ്ങൾ പരാജയപ്പെട്ടതിന് ഉത്തരവാദിത്തം ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സാർ, ഈ നാട്ടിലെ ക്രിസ്ത്യാനികളും ഈ നാട്ടിലെ ഹിന്ദുക്കളും മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാം നിങ്ങൾക്കെതിരാണ് സാർ. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചത് വെരുത്തനെന്നാണ് സാർ. കാസർഗോഡ് മത്സരിച്ച് കണ്ണൂരുകാരനായ AK ഗോപാലൻ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോൾ വെരുത്തനല്ല സാർ. കണ്ണൂരുകാരനായ ശ്രീ EK നായനാർ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോൾ അദ്ദേഹം വെരുത്തനല്ല സാർ. ഇനിയും നിങ്ങൾ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തി ഗ്രൂപ്പിസത്തൊക്കെയാണല്ലോ സംസാരിച്ചത്. നിങ്ങൾ മാരാരിക്കുളത്ത് മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തിയ ശ്രീ VS അച്യുതാനന്ദൻ പാലക്കാട് വരുമ്പോൾ അദ്ദേഹം വെരുത്തനല്ല സാർ. മലപ്പുറംകാരനായ EMS നമ്പൂതിരിപ്പാട് പാലക്കാട് മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹം വെരുത്തനല്ല സാർ. ഇനി എന്നെ വെരുത്തെന്ന് വിളിച്ചതാരാ? ശ്രീ AK ബാലൻ. കോഴിക്കോട് നാദാപുരംകാരനായ ശ്രീ AK ബാലൻ ഒറ്റപ്പാലത്തും കുഴൽമന്നത്തും തരൂരും മത്സരിച്ച ആ ബാലേട്ടനാണ് എന്നെ വെരുത്തെന്ന് വിളിച്ചത്. ആ ബാലേട്ടന്റെ ശബ്ദം കോറസ് കൊടുത്തതാരാണ്? ശ്രീ K സുരേന്ദ്രൻ. കോഴിക്കോടുകാരൻ അദ്ദേഹം ഇനി മത്സരിക്കാൻ കേരളത്തിൽ ഒരു ജില്ലയും ബാക്കിയില്ല സാർ. കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ CPM-ന്റെ ജില്ലാ സമ്മേളനത്തിലെ നിങ്ങളൊരു പരാമർശം എന്നെ ഏറെ വേദനിപ്പിച്ചു. ആ പരാമർശത്തിൽ നിങ്ങൾ പറഞ്ഞത് ശ്രീ AR റഹീമിനെ രാജ്യസഭ മെമ്പറാക്കിയത് ഒരു തെറ്റായി ഒരു പ്രയോജനമില്ല എന്ന്. ദയവ് ചെയ്ത് അങ്ങടപെട്ടിട്ട് ആ പരാമർശം പിൻവലിക്കണം. AR റഹീമിനെ രാജ്യസഭ മെമ്പറാക്കിയത് നിങ്ങൾക്ക് പ്രയോജനമില്ലെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രയോജനമാണ് സാർ. അദ്ദേഹം പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്
ആദ്യത്തെ ആഴ്ച എത്താത്തപ്പോൾ എനിക്ക് വലിയ നിരാശ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ആഴ്ച അദ്ദേഹം എത്തിയത് കൊണ്ടാണ് തൃക്കാക്കരയ്ക്കും പുതുപ്പള്ളിക്കും വടകരയ്ക്കും ശേഷം പാലക്കാടും ജോറായി മാറിയത്. ശ്രീ റഹീമിനെ പറ്റി ഞാൻ പറയാനുള്ള കാരണം, വെഞ്ഞാറമ്മൂട് ഇരട്ട കൊലപാതകം ശ്രീ റഹീം ആയിരുന്നല്ലോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ്. അതിന്റെ പുതിയ കണ്ടെത്തൽ വന്നിട്ടുണ്ടല്ലോ സാർ, പാതി പ്രതിയായി സാർ. എന്താ സാർ നിങ്ങൾക്ക് മിണ്ടാട്ടമില്ലാത്തത്? നിങ്ങളുടെ 2 സഹപ്രവർത്തകരല്ലേ ഹക്കും മിഥിലാജും? ആ ഹക്കിനെ മിഥിലാജിനെ കൊന്ന കേസിലെ പ്രതികളാരാണ് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കണ്ടേ? ഞങ്ങളുടെ 2 കണ്ടല്ലോ, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് രാഹുൽ എന്നൊരു വ്യക്തിയെ എല്ലാവരും ഭയക്കുന്നത്, പേടിക്കുന്നത്. ഈ ഒരു ഒറ്റ പ്രസംഗം, ഈ ഒരു ഒറ്റ കന്നി പ്രസംഗത്തിലൂടെ അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം കൊള്ളിക്കേണ്ട രീതിയിൽ തന്നെ കൊള്ളിച്ചാണ് രാഹുലിൻ്റെ ഓരോ മറുപടിയും, അല്ലേ? അവിടെ ഇരുന്നിട്ട് ചാണ്ടിയുമ്മനൊക്കെ കൈയടിക്കുന്നുണ്ടല്ലേ. അപ്പോൾ എന്തായാലും രാഹുലിനെ പാലക്കാട് മത്സരിപ്പിച്ചില്ലെങ്കിൽ, പാലക്കാട് സീറ്റ് കൊടുത്തില്ലെങ്കിൽ കോൺഗ്രസിന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ പിഷാരടിയെ കൊണ്ട് നിർത്തുന്നത് ഒരു രാഷ്ട്രീയപരമായിട്ട് ഒരു നേരെ ചൊവ്വേ രാഷ്ട്രീയം ഒന്നും വായിക്കാൻ അറിയാത്ത, അല്ലെങ്കിൽ ഇതുവരെ കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനത്തിലെ ഒരു കൊടി പോലും പിടിച്ചിട്ടില്ലാത്ത, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒന്ന് വെയിൽ പോലും കൊണ്ടിട്ടില്ലാത്ത ഈ രമേശ് പിഷാരടിയെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പാലക്കാട്ടിലെ ജനങ്ങൾ അത് അംഗീകരിക്കൂ? നിങ്ങൾ പറ. ഒരിക്കലും അംഗീകരിക്കത്തില്ല. 8 നിലയിൽ പൊട്ടും പാലക്കാട്ടിലെ ജനങ്ങൾ. നിങ്ങൾ നോക്കിയോ, ഇത് ഏറ്റവും ഗുണം ചെയ്യുന്നത് BJPക്കാണ്. ഈ ഒരു രമേശ് പിഷാരടിയെ പാലക്കാട് കോൺഗ്രസ് നിർത്തുന്നത് കൊണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് BJPക്കാണ്. നിങ്ങൾ നോക്കിക്കോ. അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനാണ് ഏറ്റവും കൂടുതൽ ഇത് ഗുണം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ, രാഹുൽ പാലക്കാട് തന്നെ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. സി യു.